അവര് പറഞ്ഞ കാര്യങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനാവും സൂര്യ. ചിലപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പോലെ ആണെങ്കിലോ. എന്തൊക്കെ പറഞ്ഞാൽ ആ ദുഷ്ടന്റെ അമ്മയല്ലേ. ബാൽക്കണിലായി വന്നിരിക്കുന്ന സൂര്യയുടെ അരികിൽ വന്നിരുന്നുകൊണ്ടാണ് രുദ്രന്റെ ചോദ്യം. സൂര്യ. രുദ്രൻ വീണ്ടും വിളിച്ചതും ഒരു ഞെട്ടിലോടെ അവനെ നോക്കിപ്പോയവൻ. ചുവന്ന് കലങ്ങിയ അവന്റെ കണ്ണുകൾ. അവര് കള്ളം പറഞ്ഞല്ലേ ഏട്ടാ? സത്യമാണ്. ഇനി അവര് കള്ളം പറഞ്ഞാലും എന്റെ അച്ഛൻ എന്നോട് കള്ളം പറയില്ല. സൂര്യ, അങ്കിൾ എങ്ങനെ എന്നോടൊന്നും പറയാനോ അറിയാനോ അവൾ ആരാണെന്ന് അച്ഛന് പോലും അറിയില്ലല്ലോ. അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും അപ്പൊ ഇങ്ങനെ ആവില്ലായിരുന്നു. അച്ഛൻ അവളെ വിട്ടിട്ട് വരും തോന്നുന്നുണ്ട് ഏട്ടന്. പറഞ്ഞുകൊണ്ട് തന്നെ സൂര്യ മുഖം അമർത്തി തുടച്ചു. രുദ്രന്റെ കണ്ണും നിറഞ്ഞു. എനിക്ക് തോന്നിയിരുന്ന ഏട്ടാ, എന്റെ അപ്പു ഇങ്ങനെയൊക്കെ ആവാൻ അയാൾ അവളെ കൂട്ടിലിട്ട പോലെ വളർത്തിയോണ്ട് മാത്രമല്ലെന്ന്. പക്ഷെ ആരോട് ചോദിക്കും, എന്ത് ചോദിക്കുന്നൊക്കെ അറിയില്ലായിരുന്നു. അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം ഏട്ടാ. ഉള്ളിൽ കയറിയ ഭയത്തെ മുഴുവൻ ഇല്ലാതെയാക്കണം. ചന്ദ്രശേഖരൻ അതൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ അമ്മയും അച്ഛനുമാണ് ഒരു പരിധിവരെ അവളെ സംരക്ഷിച്ചു പോകുന്നത്. അവള് വേണ്ടായിരുന്നു തോന്നുന്നുണ്ട് നിനക്ക്? പ്ലീസ് ഡോണ്ട് ഉട്ടർ ദാറ്റ് വേർഡ്സ്. അവളെന്റെ ജീവനാ. രുദ്രൻ ചോദിച്ചു തുടങ്ങിയത് അലറുകയായിരുന്നു ആദ്യം. ഒരു നിമിഷം കൊണ്ട് അവനെ ചെകുത്താനോ ഉണർത്താൻ മാത്രം കേൾപ്പുണ്ടായിരുന്നു രുദ്രന്റെ ആ ചോദ്യത്തിന്. മുഖം ചുവന്നു, ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. തീർത്തും വന്യമായൊരു ഭാവം. മുന്നിൽ നിൽക്കുന്ന രുദ്രനായതുകൊണ്ട് മാത്രം ഭയം തോന്നിയില്ലെന്ന് മാത്രം. മര്യാദ ഒരു പെകൂടി എടുത്തോണ്ട് വേണോ? ലഹരി തലക്ക് പിടിച്ച് നാവ് കൊഴിഞ്ഞു പോകുമ്പോഴും അവന്റെ ശബ്ദം ഉയർന്നുപോയി. ഒരു വേള ഗൗരിയുടെ നോട്ടവും ആ ആളിലേക്ക് എത്തി. റെസ്റ്റോറന്റിലേക്ക് രാത്രിയിലേക്കുള്ള ആഹാരം വാങ്ങാൻ വേണ്ടി വന്നതാണ് അവൾ. കുറച്ച് സമയമായിട്ട് ഒരാളിരുന്ന് കരയുന്നു, എന്തൊക്കെയോ പറയുന്നു. ബാറായതുകൊണ്ട് മിക്കപ്പോഴും ഇത് പതിവായതുകൊണ്ടും ആദ്യമൊന്നും ശ്രദ്ധ കൊടുത്തില്ലായിരുന്നു ഗൗരി. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ശബ്ദം ഉയർന്നപ്പോൾ കേട്ട് പരിചയമുണ്ടെന്ന് തോന്നിപ്പോകുന്നു. അയ്യോ സാറ്, ഇപ്പൊ തന്നെ കൂടുതലായി. സാറിനെ പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് കുടിച്ചാൽ എങ്ങനെയാ? വെയിറ്റർ ദയനീയമായവരോട് ചോദിക്കുന്നുണ്ട്. എന്നെ പോലെ ഒരാളോ? എന്നെ പോലെ ഭാഗ്യം കേട്ട ആരുമില്ല ചേട്ടാ. ആർക്കും ചതിക്കാം, പറ്റിക്കാം. ഒരു വിഡ്ഢിയാ ഞാൻ. പിന്നെ എനിക്കിപ്പോ ആരുമില്ല. എന്റെ ആദി, എന്റെ കുഞ്ഞുമണി, അവര് പോയി. എന്റെ ആരും അല്ല പോലും. അവളിപ്പോ എന്നെ വെറുത്ത് കാണും. അജുവിന്റെ പദം പറച്ചിലും കരച്ചിലും കൂടി കേട്ടതും ഗൗരി വേഗം എഴുന്നേറ്റ് അവിടേക്ക് ചെന്നു. അർജുൻ. ഗൗരി പതിയെ വിളിച്ചതും കുഴഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചൂർന്ന് അവളെ നോക്കിയവൻ. കുറച്ച് സമയമെടുത്തു അജുവിന് അതാരാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോഴും അവൻ ആ അവസ്ഥയിൽ കണ്ട ഞെട്ടൽ തന്നെയായിരുന്നു ഗൗരി. നീയോ എന്നെ വീണ്ടും തല്ലാമെന്നാണ്? ഞാനൊന്ന് കെട്ടിപ്പിടിച്ചതിനല്ലേ? അത് നീ എന്നെ ഒരു ദയവില്ലാതെ ചവിട്ടി താഴെയിട്ട്. അടുത്ത നിമിഷം എന്തോർത്തെടുത്ത പോലെ വിതുമ്പിക്കൊണ്ട് അവളോട് പരാതിയായി പറയുന്നവനെ കാണി കണ്ണു മിഴിച്ച് നോക്കി നിന്ന് പോയി ഗൗരി. മോളെ, സാറിന് അറിയെങ്കിൽ ഒന്ന് കൊണ്ടുപോകും. അറിയാലോ, ഇതൊരു VIP ബാർ. അപ്പൊ ഇതുപോലൊരു അവസ്ഥയിൽ സാറ് മാനേജറിന്റെ വഴക്കിട്ടാൻ പോകുന്നത് എനിക്കായിരിക്കും. വെയിറ്റർ ചേട്ടൻ ദയനീയമായി പറഞ്ഞു. എന്ത് ചെയ്യുന്നറിയാതെയായി ഗൗരിക്ക്. ചേട്ടൻ അവനെ പിടിക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യാമോ? എന്റെ കാറിലൊന്ന് കയറ്റി തന്നാ മതി. കുറച്ചുനേരം ഒന്ന് ആലോചിച്ചതിന് ശേഷം ഗൗരി പറഞ്ഞു. അയാൾ അതിന് സമ്മതം പറഞ്ഞു. എന്തോ അവനെ ആ അവസ്ഥയിൽ തനിച്ച് വിട്ടുപോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഗൗരിക്ക്. വെയിറ്റർ ചേട്ടനൊപ്പം അവളും കൂടി താങ്ങി പിടിച്ച് ഒരു വിധത്തിലാണ് അവനെ കാറിൽ കയറ്റി ഇരുത്തിയത്. പുറകെ വെയിറ്റർ ചേട്ടന് കുറച്ച് പൈസ കൂടി കൊടുത്ത് നന്ദിയും പറഞ്ഞ് ഗൗരിയും കാറിലേക്ക് കയറി. ആ നിമിഷം ആദ്യമൊന്നും കുഞ്ഞുമണിയെന്നും പറയുന്നുണ്ടായിരുന്നു അച്ഛൻ. ഇതൊക്കെ ആരാ എന്റെ ദൈവമേ, ഇവനിനിപ്പോ എങ്ങോട്ട് കൊണ്ടുപോയോ എന്തോ. പാതിഭാവത്തിൽ പുലമ്പുന്നതിനെ നോക്കി ഒരു നിമിഷം തലക്കൈ കൊടുത്ത് ആലോചിച്ചിരുന്നു പോയി ഗൗരി. കുറച്ചു സമയം വേണ്ടി വന്നു ആദ്യമൊന്ന് നോർമലാവാൻ. രക്തം തിളച്ചു മറിയുമ്പോൾ ഒരു അവസ്ഥയിലായിരുന്നു ശരീരത്തിനുള്ള. ദേഷ്യം, സങ്കടം എന്നീ വികാരങ്ങൾ പരിധി കടന്നുള്ളിൽ നിറയുമ്പോൾ ശരീരം റിയാക്ട് ചെയ്യുന്ന രീതി അതാണ്. മുന്നിൽ നിൽക്കുന്ന ശത്രുവിന്റെ രക്തമൂറ്റി കുടിച്ച് ദാഹമകറ്റാൻ തോന്നിപ്പോവും. ഒരുപക്ഷെ അവനത് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ പ്രവൃത്തി തന്നെ അവൻ ചെയ്യും. അത്രയും ഭീകരമായൊരവസ്ഥയാണത്. രുദ്രനോളത് മറ്റാർക്കും മനസ്സിലാവുകയുമില്ല. കണ്ണുകൾ ഇറുകെ അടച്ചു തുറന്ന് ദീർഘമായി ഒന്ന് വിശ്വസിച്ചു ആദി, ഒരു മെഡിറ്റേഷൻ പോലെ. സൂര്യ, അവളെന്റെ ജീവനാണ് ഏട്ടാ, എന്റെ മാത്രം. രുദ്രൻ വിളിച്ചതും ആദിക്ക് പറയാനുണ്ടായിരുന്ന അതാണ്. ആദ്യം കാണുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും എന്റെ സ്വാർത്ഥത കൊണ്ട് താൽകെട്ടി സ്വന്തമാക്കുമ്പോഴും ഒന്നും എനിക്കറിയില്ലായിരുന്നു. എന്റെ അച്ഛനും അമ്മയും അപ്പയും ശ്രീയമ്മയെല്ലാം എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് കരുതി വെച്ച നിധിയാണെന്ന് പറയുമ്പോൾ ആദിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. കണ്ണുകൾക്ക് പോലും വല്ലാത്തൊരു തിളക്ക്. ഒരുപക്ഷെ മരിച്ച് തലക്കുമുകളിൽ നിൽക്കുന്ന ആത്മാക്കൾ തന്നെയാ എനിക്ക് എന്റെ അപ്പുവിനെയും തിരികെ തന്നു. അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാനോ കൈവിട്ട് കളയാനോ ഒന്നുമല്ല. എനിക്ക് വേണം അവളെ. പിന്നെ നടന്നത് അതെന്തായാലും അതിന് പിന്നിലുള്ള ആരായാലും ഞാൻ കണ്ടുപിടിക്കും. കൊല്ലാതെ കൊല്ലും ഞാൻ അവറ്റകളെ. ആദ്യം പറഞ്ഞു നിർത്തിയതും രുദ്രൻ ഒന്നും പറയാതെ അവനെ ചേർത്ത് പിടിച്ചു. ഇതൊന്നും അവൻ പറയാത്തതിന് തനിക്കും അറിയാം. എന്നിട്ടും ചോദിച്ചു പോയത് അവിടെ ഏട്ടം മാത്രമായി നിന്നാണ്.
ഒരിക്കലും ഒന്നിന്റെയും പേരിൽ തന്റെ അനിയത്തി ഇനി കരയരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. എവിടുന്ന് തുടങ്ങണം സൂര്യ? അങ്കിളിന് എന്തെങ്കിലും സൂചന തരാൻ? ഒരു കോൺഗ്രസ് കാറായിരുന്നു അന്ന് അച്ഛന്റെ ലോറിയെ ക്രോസ് ചെയ്ത് പോയത്. മറ്റൊന്നും അച്ഛൻ അറിയില്ല. അച്ഛനാണെന്ന് ചന്ദ്രശേഖരന്റെ ഭാര്യ ഗൗരിയെയും നമ്മുടെ അപ്പുവിനെയും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഹോസ്പിറ്റലുകാർ പോലീസിൽ വിളിച്ച് ഇൻഫോം ചെയ്തു. അച്ഛന്റെ അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസും വാങ്ങി വെച്ചിട്ടാ അച്ഛനെ പറഞ്ഞു വിട്ടു. ചന്ദ്രശേഖർ അന്ന് അച്ഛനെ കാണരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ പിന്നെ അവിടെ തുടരാൻ അച്ഛനും ആയില്ല. പിന്നെ അയാൾ ഒരു IPS കാരനായതുകൊണ്ട് അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ സംഭവിച്ചൊന്നും പുറത്തു വന്നില്ല. കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടയിൽ ചന്ദ്രശേഖരന്റെ ശത്രുക്കൾ അയാളുടെ ഭാര്യയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ സംഭവിച്ച ഒരു ആക്സിഡന്റ്. അമ്മയുടെ മരണം നേരിട്ട് കണ്ട ഷോക്കിലാണ് അപ്പു ഇങ്ങനെ ആയതെന്നുള്ളതായിരുന്നു ആ കേസിന്റെ കൺക്ലൂഷൻ. അതിൽ പകുതി സത്യമാണ് ഏട്ടാ. ഗുണ്ടകൾ പിടിച്ചുകൊണ്ടുപോയി. അവിടെ നിന്ന് അപ്പുനെയും കൊണ്ട് ആ സ്ത്രീ രക്ഷപ്പെട്ട് ഓടിയതാണ്. അവരെ ഒരു കാർ ഇടിച്ച് തെറിപ്പിച്ചതും സത്യമാണ്. പക്ഷേ അതിനുശേഷം നടന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞു നിർത്തിയതും രുദ്രന്റെ മുഖം ചുവന്നു. ഇത്തിരിയില്ലാത്ത നമ്മുടെ കൊച്ചിനെ, അവൾക്ക് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഏട്ടാ. കാർ വന്ന ആ സ്ത്രീയെ ഇടിച്ചു തെറിപ്പിച്ചപ്പോ സൈഡിലേക്ക് തലയിടിച്ച് വീണതായിരുന്നു. അവൾക്ക് എന്താണ് സംഭവിച്ചത്, അവരവളെ എന്തൊക്കെ ചെയ്തതെന്നൊന്നും അവൾക്കറിയില്ല. അവിടെ മാത്രം അവൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ദയ കാണിച്ചില്ല. പക്ഷെ ഒച്ചയുള്ള ശബ്ദം, ആരെങ്കിലും ഒച്ചത്തിൽ സംസാരിക്കുന്ന അവൾക്ക് പേടിയായി തുടങ്ങി. അന്നേ പ്രോപ്പർ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എൻ്റെ അപ്പു. പക്ഷെ ഭാര്യ മരിച്ചപ്പോ അയാൾക്ക് നമ്മുടെ കുഞ്ഞിനെ വേണ്ടാതെയായി. അല്ലെങ്കിലും ഭാര്യയ്ക്ക് വേണ്ടിയാണല്ലോ അയാൾ അവളെ കൊണ്ടുപോയത്. ആദ്യം പറഞ്ഞു നിർത്തിയതും രുദ്രൻ തന്നെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഏട്ടാ, ഈ കേസ് അയാൾ തുടച്ചു മായ്ച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ചെയ്തവനെ അയാൾക്കറിയാം. അയാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാണും. നമ്മുടെ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹത്തിന് ഒരു വിലയും കൈപ്പറ്റി കാണും, പണം. അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും. മുമ്പ് അപ്പയോട് അയാൾ അത് തന്നെയല്ലേ ചെയ്തിട്ടുള്ളത്. അതിനെല്ലാം അപ്പുറം വർഷങ്ങൾക്ക് ശേഷം അപ്പുനെ അയാൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകും. ആർക്കോ അല്ലെങ്കിൽ എന്തിനോ വേണ്ടിയായിരുന്നു അന്ന് വരെ ഇല്ലാതിരുന്ന പെട്ടെന്ന് പൊട്ടിമുളച്ച ഈ അച്ഛൻ സ്നേഹം. അയാൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. അവനെ പെട്ടെന്ന് അങ്ങ് തീർത്ത് കളഞ്ഞ മണ്ടത്തരായി പോയി അല്ലേ സൂര്യ? ആദ്യം പറഞ്ഞു നിർത്തിയതും ദേഷ്യത്തോടെ ചോദിച്ചു പോയിരുന്ന രുദ്രൻ. അയാൾക്ക് എന്തൊക്കെ അറിയാമായിരുന്നു. അതെന്തായിരുന്നു കണ്ടുപിടിക്കണം, എല്ലാം കണ്ടുപിടിക്കണം. ആദ്യം ഉറപ്പോടെ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രനിൽ ഒരു കനൽ എരിയുന്നുണ്ടായിരുന്നു. മുന്നോട്ട് പോകുന്തോറും എന്ത് ചെയ്യണമെന്നോർത്ത് ഒട്ടും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കാർ സൈഡിലൊതുക്കി നിർത്തി. മുന്നിൽ കണ്ട ഒരു കടയിൽ കയറി ഗൗരി ഒരു ബോട്ടിൽ തണുത്ത വെള്ളം വാങ്ങി വന്നു. സോറി, വേറെ നിവൃത്തിയില്ലാത്തോണ്ടാണ് പതിയെ പറഞ്ഞു. പിന്നെ കൂടുതലൊന്നും ചിന്തിച്ച് നിൽക്കാതെ സീറ്റിൽ നിന്ന് പിച്ചുമ്പയും പറയുന്നവരുടെ തലയിലേക്ക് കണ്ണും പൂട്ടി ഒഴിച്ചു കൊടുത്തു. പെട്ടെന്നുള്ള ആക്രമണമായതോടെ ചെക്കനൊന്ന് ഞെട്ടി. വെള്ളം വീണതും ചുമച്ചു പോയി. അത്യാവശ്യം തണുപ്പുണ്ട് വെള്ളത്തിന്. പൂർണ്ണമായും ബോധമൊന്നും വീഴാൻ പോകുന്നില്ലെന്ന് ഉറപ്പാണ്. എന്നാലും ഫോണിന്റെ ലോക്കെങ്കിലും മാറ്റിത്തരാനുള്ള വെളിവ് കിട്ടിയാൽ അത്രയും ആയല്ലോ എന്നായിരുന്നു ഗൗരിക്ക്. പ്രതീക്ഷിച്ച പോലെ ചെക്കന് കുറച്ച് വെളിവ് വീണു. വീണ്ടും അത് പോകുന്നതിന് മുമ്പേ അവൾ ആ ഫോൺ അവന്റെ കയ്യിൽ കൊടുത്തു. ആദ്യം വിളിക്ക്, എന്നിട്ട് അവനോട് ചോദിക്കുക എന്തിനാ അതൊക്കെ എന്റെ പേരിൽ എഴുതി വെച്ചേന്ന്. അതൊക്കെ എനിക്ക് തന്നിട്ട് അവനെന്നെ ഒഴിവാക്കുവാണോ എന്ന്. കരഞ്ഞുകൊണ്ട് വീണ്ടും തുടങ്ങിയതും ഒരു നിമിഷം ഗൗരി അവനെ മിഴിച്ചു നോക്കി. ഈ പറയുന്നതും തമ്മിലൊരു ബന്ധം അവൾക്ക് തോന്നിയില്ല. അതേ അർജുൻ, ഈ ഫോണിന്റെ ലോക്കൊന്ന് മാറ്റി തന്നേ. എന്തിനാ? നീ എന്നെ തള്ളിയിട്ട് പോയതല്ലേ, എനക്ക് എന്നെ വേണ്ട. ആ ഒരു പറച്ചില്ല അവളുടെ മുഖത്തൊരു പുഞ്ചിരി മിന്നിമാഞ്ഞു. എന്റെ അർജുൻ, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ആദ്യോട് ചോദിക്കണ്ടേ? ചെക്കൻ ഇനി അതിൽ പിടിച്ചു കയറുന്ന ഉറപ്പായതും ഗൗരി വേഗം ചോദിച്ചു. വേണം, എനിക്ക് അവനോട് ചോദിക്കണം. എല്ലാം എന്റെ പേരിൽ എഴുതി തന്ന് എന്നെ ഒഴിവാക്കിയില്ലേന്ന്, എന്റെ കുഞ്ഞുമണിയെ കൊണ്ടുപോയില്ലേന്ന് എല്ലാം ഞാൻ ചോദിക്കും. എല്ലാം പറയുന്നതിനൊപ്പം തന്നെ ഫോണിലേക്ക് ഒഴിവാക്കി അവൾ കൊടുത്തു. നാവ് കുഴഞ്ഞു പോകുന്നുണ്ട്. പല വാക്കുകളും മുറിഞ്ഞ അവ്യക്തമാണ്. ഒരു നിമിഷം അവന്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് വേദനയോടെ നോക്കി നിന്ന് പോയി ഗൗരി. അത്രയും സങ്കടം അവനുള്ളിലുണ്ടെന്ന് തോന്നി. ഈ പറയുന്ന ആദ്യം കുഞ്ഞുമണിയൊക്കെ അവന്റെ ജീവനാണെന്ന് തോന്നി. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഗൗരി വേഗം ഫോണിലെ കോണ്ടാക്ട് എടുത്ത് നോക്കി. അതിൽ ആദ്യം എന്ന് സേവ് ചെയ്ത് വെച്ച നമ്പറിലേക്ക് ഡയൽ ചെയ്തുകൊണ്ട് അവൾ കാതിലേക്ക് വെച്ചു. റൂമിൽ നിന്ന് ആദ്യയുടെ വിളി കേട്ടത് അൻഷിന്റെ അരികിൽ നിന്നവൾ അവനെയും നോക്കി. വന്നപ്പോൾ മുതൽ അൻഷിനൊപ്പമായിരുന്നു. മാൻഷനൊക്കെ അവളെ ചുറ്റി നടന്ന് കാണിച്ചു കൊടുത്തതാണ്. ചെല്ല്. ആദ്യം വിളിച്ചിട്ടും പോവാൻ തന്നെ അനുവാദത്തിൽ നിൽക്കുവാണെന്ന് മനസ്സിലായതും അൻഷൊരു ചിരിയോടെ പറഞ്ഞു. അവനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് എഴുന്നേറ്റ് ആദിയുടെ അടുത്തേക്ക് ഓടി. കാലിൽ കിലുങ്ങുന്ന കൊലുസിന്റെ താളം ആ വീട് മുഴുവൻ കേൾക്കുന്നത് പോലെ. അൻഷിന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നുപോയി. കുഞ്ഞിലെ തങ്ങൾ മൂന്നും കൂടിയായിരുന്നു അവൾക്ക് കിലുങ്ങുന്ന കൊലുസുമായി കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തത്. ഒന്നാം പിറന്നാളിന് അവൾക്ക് എന്ത് കൊടുക്കുന്നുള്ള ചർച്ച അവസാനിച്ച് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാദസരത്തിന്റെ കിലുക്കം കേട്ടപ്പോഴായിരുന്നു. 3 പേരും സൂക്ഷിച്ചു വെച്ച പൈസ എടുത്ത് നിറയെ മണികളുള്ള ഒരു വെള്ളിക്കൊലുസ് വാങ്ങി.
കാലിലുണ്ടായിരുന്ന പൊന്നിൻ കൊലുസ് ഊരി മാറ്റി. അന്നും സൂര്യ തന്നെയാണ് അവൾക്കത് കെട്ടിക്കൊടുത്തത്. എവിടെ പോയാലും ഇടക്കൊന്ന് വീണു പോയാലുമൊക്കെ ഈ കൊലുസ് കിലുങ്ങുന്ന ശബ്ദം കേൾക്കും. അൻഷ ഓർമ്മകളിലൊന്ന് പുഞ്ചിരിച്ചു. അപ്പൊ മുറിയിലേക്ക് വന്നതും ആദ്യം അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഞാൻ വിളിച്ച വിളി കേട്ടൂടെ എന്റെ കിളിക്കുഞ്ഞേ ചോദിച്ചുകൊണ്ട് തന്നെ അവൻ അവൾ അരികിൽ പിടിച്ചിരുത്തി. ഒന്നും മിണ്ടാതെ ആദിയുടെ നെഞ്ചോരം ചാഞ്ഞിരുന്നവൾ പതിവ് ഉമ്മകൾ നൽകാനാണ്. ആദ്യം ഒന്ന് ചിരിച്ചു. അവളുമായി തന്നെ ബെഡിലേക്ക് ചാഞ്ഞു. ആദ്യം അവന്റെ നെറുകയിൽ അവളുടെ കുഞ്ഞു ചുണ്ടുകൾ അമർന്നു. പിന്നെ കണ്ണിൽ, കവിളിൽ, മൂക്കിൽ, ചുണ്ടിൽ കൂടിയൊന്ന് ചുംബിച്ച് ആ നെഞ്ചിൽ മുഖമമർത്തി വെച്ചു കിടന്നവൾ. തന്നോട് അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നി ആദിക്ക്. എന്റെ കിളിക്കുഞ്ഞ ഹാപ്പിയല്ലേ? പിന്നെന്തോ ഒരു സങ്കടം? ഏട്ടൻ പതിയെ പറഞ്ഞൊന്ന് വിതുമ്പിയതും ആദി കാര്യമറിയാതെ ഒന്ന് പകച്ചു. എന്താ ഏട്ടനെന്താ? ആദിയുടെ കണ്ണുകളൊന്ന് കുറുകി. ഇനി അച്ചു നേരത്തെ ഒച്ചയിട്ട് സംസാരിച്ചതിന്റെ ആണോ ഈ സങ്കടം എന്നൊരു സംശയം. അച്ചു എന്നെ ഇനി കാണാൻ പറ്റില്ലേ? ഏട്ടനോട് ദേഷ്യാവോ? പതിയെ അത്രയും സങ്കടത്തോടെയാണ് ആ ചോദ്യം. ആദിക്ക് ശരിക്കും അത്ഭുതം തോന്നിപ്പോയിരുന്നു. അവൻ അപ്പൂവിന് ജീവനാണെന്നറിയാം. പക്ഷെ അപ്പൂന് അവനെ ഇത്ര ഇഷ്ടമുണ്ടെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ആദ്യ ഒരു ചിരിയോടെ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. ഇപ്പോഴവൾക്ക് മുകളിലായിരുന്നവൻ. സങ്കടം കൊണ്ട് ചുവന്നുപോയ മുഖത്തേക്ക് ആദ്യ അത്രയും ഇഷ്ടത്തോടെ നോക്കി. പതിയെ ആ നെറുകയിൽ ചുണ്ടുകൾ അമർത്തിയൊന്ന് മുത്തിയവൻ. അയ്യേ, ഏതിനാണോ എന്റെ കിളിക്കുഞ്ഞ് കണ്ണു നിറച്ചത്? അജു എന്നും നമ്മുടെ അജു തന്നെയാണ്. അവന് നമ്മളെ വെറുക്കാനോ മറക്കാനൊന്നും കഴിയില്ല. അപ്പോ പാവല്ലേ? ഇപ്പൊ എല്ലാം കേട്ടപ്പോ എന്റെ കിളിക്കുഞ്ഞ് കരഞ്ഞ സങ്കടപ്പെട്ടില്ലേ? അതുപോലെ അവനും സങ്കടമായി കാണും. അവനൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ നടന്നത്. നാളെ നമുക്ക് അവനെ വിളിക്കാം. നിന്റെ കുഞ്ഞുമണിക്ക് നിന്നെ കാണുന്നു പറഞ്ഞ് വിളിച്ച അവന് ഓടി വരും. എന്നിപ്പോ ഒരുപാട് ലേറ്റായില്ലേ? അവൻ ഉറങ്ങി കാണും. ആദി പതിയെ പറഞ്ഞു കൊടുത്തതും ആ മുഖം ഒന്ന് തിളങ്ങി. പിന്നെ ഒരു ചോദ്യം പോലും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ശരിക്കും ആദി ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ അതും അവന്റെ അപ്പു വിശ്വസിക്കും. മറുത്തൊരു വാക്ക് പോലും പറയാതെ തന്നെ ആദി അത്രയും ഇഷ്ടത്തോടെ അവളുടെ മിഴികളിലേക്ക് നോക്കി. 3 ഏട്ടന്മാരെയൊക്കെ കിട്ടിയപ്പോ ഈ പാവം ഭർത്താവിനെ മറന്നുപോയോ? കുഞ്ഞൊരു പരിഭവം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിൽ. ഇത്രയും ദിവസം രാവും പകലും ഒന്നിച്ചായിരുന്നില്ലേ? പക്ഷെ ഇന്നൊരു ദിവസം ഒന്നിച്ചുള്ള നിമിഷങ്ങൾ അത്രയും കുറവായിരുന്നു. ഒന്നും പറയാതെ അവന്റെ കണ്ണിലേക്ക് ഉറ്റു നോക്കിയവൾ ആദ്യം ഒരു കൗതുകത്തോടെ അവളെ നോക്കി. ഒരു കരച്ചിൽ പ്രതീക്ഷിച്ചിടത്ത് മറ്റെന്തോ ഒരു ഭാവം. പറഞ്ഞുകൊണ്ട് നാസികത്തുമ്പിലെ തിളങ്ങുന്ന കല്ലിൽ വിരൽ വെച്ചൊന്ന് തൊട്ടവൻ. ഇരുകവളിലെയും കുഞ്ഞു കർത്തങ്ങൾ തെളിയുന്നു അത്രമേൽ പ്രണയത്തോടെ അവൻ കണ്ടു. ചിലപ്പോൾ തോന്നുന്നു അവൾ മാറുന്നുണ്ടെന്ന്, മറ്റു ചിലപ്പോൾ മറിച്ച്. ഇപ്പോൾ തന്നെ അജുവിന്റെ കാര്യത്തിൽ പഴയ അപ്പുവിൽ നേരിയൊരു മാറ്റം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രണയമാണ് അവളിൽ. ആ കണ്ണുകൾ പോലും പ്രണയത്തിൽ കുതിർന്നതുപോലെ അവന്റെ ഹൃദയം ഒന്ന് തുടിച്ചു. മുഖം കുനിച്ച് അവളെ നുകരാനാഞ്ഞ നിമിഷം തന്നെ ആദിയുടെ ഫോൺ ബെല്ലടിച്ചു. വല്ലാത്തൊരു നിരാശ തോന്നിപ്പോയവന് തന്റെ അപ്പുവിന്റെ ഈ ഭാവങ്ങളൊക്കെ അപൂർവമായിട്ടാണ് കാണാൻ കിട്ടുന്നത് പോലും. അതിന് മുകളിൽ കൂടി വെള്ളം കോരി ഒഴിച്ചവനെ മനസ്സിൽ നന്നായിട്ടൊന്ന് സ്മരിച്ചുകൊണ്ട് അവൻ ആ ഫോൺ എടുത്തു നോക്കി. അജു കോളിംഗ് എന്ന് കണ്ടത് ആദിയുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു. തന്നിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചു നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ ആ കോൾ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. പക്ഷേ മറുവശത്ത് നിന്ന് കേൾക്കുന്ന കാര്യത്തിൽ അടുത്ത നിമിഷം തന്നെ ആദിയുടെ മുഖം ചുളിഞ്ഞു. ഓക്കെ, ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ കൊണ്ടുവരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ ആളുകൾ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. ആദി പറഞ്ഞതും അപ്പുറത്ത് എന്തോ മറുപടി വന്നു. ദെൻ ഞാൻ ലൊക്കേഷൻ അയക്കാം. ആദി ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ബെഡിൽ കിടക്കുന്നവളെ നോക്കി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു പോയവൻ. അതുപോലെ ചിരിയും വന്നു. പാതി അടഞ്ഞു തുടങ്ങിയ അവളുടെ മിഴികൾ. ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പെണ്ണ്. അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് ഒരു ചിരിയോട് അവളുടെ മാറിൽ മുഖം അമർത്തി വെച്ചവൻ. അടുത്ത നിമിഷം അവനൊന്ന് വിറകണ്ടതും ആ കൈവിരലുകൾ മുടിയിഴകൾക്കുള്ളിലേക്ക് പാഞ്ഞു കയറി മുറുകിയതും. കുറച്ചു നേരം അങ്ങനെ കിടന്നു. പിന്നെ ആ മുഖത്തേക്ക് നോക്കിയതും കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ അവളുടെ കവളിൽ തെളിഞ്ഞ നുണക്കുഴിയിലേക്ക് നാവിനെ കുത്തിയിറക്കി നുണഞ്ഞെടുത്തവൻ. ആലസ്യത്തോടൊന്ന് മൂളിക്കൊണ്ട് അവളുടെ കൈകൾ അവന്റെ ടീഷർട്ടിൽ പിടിമുറുക്കി. എന്റെ ചൂടൊന്ന് തട്ടുമ്പോഴേക്കും ഇങ്ങനെ ഉറക്കം വന്നാലേ നമ്മുടെ ഭാവി എന്താവാ പോയി? ദയനീയമായി ചോദിക്കുന്നവനെ കാര്യമൊന്നും മനസ്സിലാവാതെ നോക്കിയവൾ. മനസ്സിലായില്ലേ? എനിക്ക് എന്റെ അപ്പൂനെ സ്നേഹിക്കാൻ തീരെ സമയം കിട്ടുന്നില്ലെന്ന്. ഒന്ന് ചേർത്ത് പിടിച്ച് തലോടുമ്പോഴേക്കും ഈ കള്ളിപ്പെണ്ണ് ഉറങ്ങിപ്പോവാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അവളുടെ കുഞ്ഞു മുടിയിഴകളെ കൈകൊണ്ട് ഒതുക്കി വെച്ചവൻ. നിറഞ്ഞ പുൻസിരിയായിരുന്നു അവളുടെ മറുപടി. പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു.
നിനക്ക് ചിരി അല്ലേ കിളിക്കുഞ്ഞേ? എന്റെ അവസ്ഥ. പറഞ്ഞു വരുന്നതിന് മുമ്പേ കൈ ഉയർത്തി അവനെ വാപ്പുത്തി പിടിച്ചു മീര. ആദിയുടെ കണ്ണുകളൊന്ന് വിടർന്നു പോയി. തന്റെ വാക്കുകൾ തീർത്ത നാണം അവളുടെ കണ്ണിൽ അവൻ കണ്ടു. കടിച്ച് തിന്നിട്ടിടി ഞാൻ. കുഞ്ഞു കൈയിൽ അമർത്തി ഉമ്മ വെച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞതും പിടച്ചിലൂടെ അവനെ നോക്കിപ്പോയവൾ ആദ്യമൊന്ന് ചിരിച്ചു. ഈ പിടച്ചിലും വിറയിലുമൊക്കെ അത്രമേൽ ഇഷ്ടമാണ് അവന്. ഭ്രാന്ത് പിടിപ്പിക്കുന്ന പോലൊരിഷ്ടം. അവളെ പിടിച്ചു വെച്ച് സ്നേഹിക്കാൻ തോന്നിപ്പോവും. എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാൻ തോന്നിപ്പോവും. പക്ഷേ എവിടെയോ ഒരു ഭയം. അത് താൻ ആരാണെന്നുള്ള സത്യം ഓർക്കുമ്പോഴാണ്, അവൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ്. ഈ ഭൂമിയിലെ തന്റെ ഇണ ഇവൾ തന്നെയാണെന്നറിയാം. മറിച്ചായിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും അവൾക്ക് തന്റെ പ്രണയത്തോടെയുള്ള സ്പർശനം താങ്ങാനാവില്ല. എന്നിട്ടും ഈ ഭയം, അത് തന്റെ അപ്പുവിനെ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്തോ ഓർത്തു നിൽക്കുന്നവനെ കാണി അപ്പുവിന്റെ കണ്ണുകൾ അവനിൽ തന്നെ തങ്ങി നിന്നു. സൂര്യ, ആദിത്യ, രണ്ടിനും ഒരർത്ഥമാണ്. ഈ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഒരു ഗോളമാണ് താനും. ഈ മനുഷ്യനിലൂടെ തിരിച്ചു കിട്ടിയ ജീവൻ, ജീവിതം, സ്നേഹം, ബന്ധങ്ങൾ, അങ്ങനെയെല്ലാം ഈ ഒരാളാണ് അവൾക്ക്. അവൾക്കുള്ളിലെ പ്രണയത്തിനും കരുതലിനുമെല്ലാം ഈ മുഖമാണ്. ഓർത്തുകൊണ്ട് അവൾ പോലും അറിയാതെ കൈകൾ അവന്റെ കവിളുടെ പൊതിഞ്ഞു പിടിച്ചു. പെട്ടെന്നായതും ആദ്യമൊന്ന് ഞെട്ടി. എന്തുപറ്റി? പതിയെ ചോദിക്കുന്നവൾ. ഒരു നിമിഷം കൊണ്ട് ആദിയുടെ മിഴികളൊന്ന് വിടർന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം. അതിന്റെ കൗതുകം നിറഞ്ഞു പോയവനിൽ ഒന്നും പറയാതെ അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചു ആദി. കണ്ണുകൾ എന്തിനോ വേണ്ടി നിറയുന്നു. ഒരു മരുന്നിന്റെയും സഹായമില്ലാതെ നീ മാറിത്തുടങ്ങിയെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അപ്പു. ഉള്ളം പതിയെ മന്ത്രിക്കുമ്പോൾ അത്രയും സന്തോഷം അവനിൽ നിറഞ്ഞു.